Hello dears, I hope all of you fine there. I am Uwais. I am going to handle the 9th standard course book. Okay, the first unit is entitled as Aspire to Win. Aspire to win. What's the meaning aspire to win? Aspire അമിതമായ ആവേശം, ഉത്സാഹം, തീവ്രമായ ആശ, ഇതിനൊക്കെയാണ് ആസ്പയർ എന്ന് പറയാം. ടു വിൻ, വിജയിക്കാൻ. ടു എന്നുള്ളത് വേർബിന് മുമ്പ് വരികയാണെങ്കിൽ അർത്ഥം ഇങ്ങനെയായിരിക്കും. ടു റീഡ്, വായിക്കാൻ. ടു റൈറ്റ്, എഴുതാൻ. ടു സ്ലീപ്പ്, ഉറങ്ങാൻ. ടു ഈറ്റ്, കഴിക്കാൻ. ഇങ്ങനെയായിരിക്കും മീനിങ് വരിക. ആസ്പയർ ടു വിൻ വിജയിക്കാനുള്ള തീവ്രമായ ആശ. ഇതിൽ ഈ യൂണിറ്റിൽ 3 ലിറ്റററി പീസുകളാണുള്ളത്. എ സ്റ്റോറി, ആൻ ഓട്ടോബയോഗ്രഫി ആൻഡ് എ പോയം. സ്റ്റോറി നെയിം ദ റൈസ്. ഓക്കെ, നിങ്ങൾ ഈ പിക്ചറിലേക്കൊന്ന് നന്നായി ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ 2 ടീം അംഗങ്ങളാണ്. രണ്ടും ഒരു ടീമല്ല, രണ്ടും വ്യത്യസ്തമായ ടീം അംഗങ്ങളാണ്. ഒരാളും ഇത് 2 പേരിലും ആരും തോൽക്കാൻ വേണ്ടി കളിക്കുന്നില്ല. രണ്ടാളും വിജയത്തിന് വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനമാണ്. ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് പ്രവേശിക്കാം. ദ റൈസ്. അതിനു മുമ്പ് ഞാൻ എൻ്റെ ക്ലാസ്സിൻ്റെ രീതി ഒന്ന് പറയാം. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്, അത് ഓരോ പാരഗ്രാഫിൻ്റെ മലയാളം മീനിങ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. മലയാളം മീനിങ്. ഇംഗ്ലീഷ് വായിക്കില്ല, ഇംഗ്ലീഷ് വായിച്ചാൽ സമയം കുറേ പോകും. അപ്പോൾ മലയാളം മീനിങ്, ഇംഗ്ലീഷ് നിങ്ങൾ നിരന്തരം വായിക്കണം. അതിൻ്റെ മലയാളം മീനിങ്, ഒരു പാരഗ്രാഫ് കഴിഞ്ഞ് അടുത്ത പാരഗ്രാഫ്, അങ്ങനെ ഓരോ പാരഗ്രാഫുകളായിട്ട് മലയാളം പറഞ്ഞുതരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 2 ഡ്യൂട്ടിയാണ് നിങ്ങൾക്കുള്ളത്. 2 വർക്കുകളാണ് ഓരോ പാഠം കഴിഞ്ഞാലുള്ളത്. ഇത് കേൾക്കുമ്പോഴുള്ള ഡ്യൂട്ടി, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തുറന്ന് വെക്കുക. എന്നിട്ട് വിരൽ വെച്ച് മലയാളം പറയുന്ന അതിൻ്റെ ഇംഗ്ലീഷ് നിങ്ങൾ കണ്ടെത്തി വിരൽ വെച്ച് മനസ്സിൽ വായിക്കുക. ഓക്കെ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു പാഠം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്ന മലയാളം അത് നിങ്ങൾ കേട്ട് നിങ്ങൾക്ക് മനസ്സിലായ രൂപത്തിൽ ആ കഥ ഒന്ന് മലയാളത്തിൽ എഴുതുക. എന്നിട്ട് ആ എഴുതിയ മലയാളം ഒന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ നടത്തുക. ആ ട്രാൻസ്ലേഷൻ നടത്തിയത് എനിക്ക് ഫോട്ടോ എടുത്ത് വിട്ടു തരണം. 1ാമത്തെ വർക്ക്. 2ാമത്തത്, ഓരോ പാഠം കഴിയുമ്പോഴും, ഇന്നൊരു പാഠം കഴിയും, അപ്പോൾ ആ പാഠത്തിൽ നിന്നും പുതിയതായ മിനിമം 30 വാക്കുകൾ എഴുതിയിട്ട് അതിൻ്റെ അർത്ഥം കണ്ടെത്തി അത് കാണാതെ പഠിക്കുക. ഓക്കെ. 2 വർക്ക്. ഒന്ന് സമ്മറി എഴുതുക. സമ്മറി ഡിക്ഷണറി ഉപയോഗിക്കാം. വാക്കുകൾ കണ്ടെത്താൻ ഡിക്ഷണറി ഉപയോഗിക്കാം. ഒരിക്കലും ഗൂഗിളിൽ നോക്കിയിട്ട് സമ്മറി എഴുതരുത്. നിങ്ങളുടെ ഭാഷയിലാണ് സമ്മറി എഴുതേണ്ടത്. ഗൂഗിൾ നോക്കി എഴുതിയാൽ എനിക്കറിയാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ ഭാഷയിൽ എഴുതുക. എത്ര തെറ്റിയാലും ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ അറിയുന്ന രൂപത്തിൽ എഴുതിയാൽ മതി. ഓക്കെ. നിങ്ങളുടെ ഭാഷയിലാണ് എഴുതേണ്ടത്, നോക്കിയല്ല എഴുതേണ്ടത്. നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ എഴുതുക. ഓക്കെ. അപ്പോൾ 2 കാര്യങ്ങൾ. ഒന്ന് 30 വേർഡ്, മിനിമം 30 വേർഡാണ് കേട്ടോ. കൂടുതൽ എത്രയും പഠിക്കാം. മിനിമം 30 വേർഡ് പഠിക്കാം. അതുപോലെ സമ്മറിയും ഇംഗ്ലീഷ് എഴുതി തരാം. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് കടക്കാം. അറ്റ് ദ എൻഡ് ഓഫ് എ ഗെയിം ഓർ എ സ്പോർട്ടിംഗ് ഇവൻറ്റ്, ഏതൊരു ഗെയിമാണെങ്കിലും ഒരു മത്സരമാണെങ്കിലും അതിൻ്റെയൊക്കെ അവസാനം അതിൽ വിജയിച്ച അല്ലെങ്കിൽ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുള്ള ആളുകൾ നമ്മളിങ്ങനെ അപ്രീസിയേറ്റ് ചെയ്യും, അവരെ പ്രശംസിക്കും, പ്രോത്സാഹിപ്പിക്കും. പക്ഷേ ഗെയിമിൽ തോറ്റ ആളുകൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അങ്ങനെ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നല്ല നമ്മൾ മനസ്സിലാക്കി വെച്ചത്. എന്നാൽ നമുക്ക് ഈ കഥയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. എന്താണ് ദ റൈസ് എന്ന സ്റ്റോറി പറയുന്നത്? ഇതിലെ കേന്ദ്ര കഥാപാത്രമാണ് നമ്മുടെ
തരുണാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം. തരുൺ ഓക്കെ, കേന്ദ്ര കഥാപാത്രമാണ് തരുൺ. ആ തരുൺ ഒരു ശരാശരി നിലവാരമുള്ള ഒരു വിദ്യാർത്ഥിയാണ്. വലിയ പഠിപ്പിസ്റ്റല്ല, എന്നാൽ തീരെ പൊട്ടനുമല്ല, ഒരു മീഡിയം ലെവലിലുള്ള ഒരു നിലവാരമുള്ള ഒരു വിദ്യാർത്ഥിയാണ്. അവന് ലഭിച്ച മാർക്കിൽ മാതാപിതാക്കൾ ഒരിക്കലും സംതൃപ്തമായിരുന്നില്ല. അവനൊരു നല്ല ഗായകനോ ഒരു ഗുഡ് സിംഗറോ ഡാൻസറോ പെയിൻറ്ററോ ഒരു ആക്ടറോ ഒന്നുമല്ലായിരുന്നു. അവന് ഒരു ബ്രദറുണ്ട്. ആ ബ്രദറാണെങ്കിൽ ഒരു നല്ല അറിയപ്പെട്ട എൻജിനീയറിംഗ് ഡിഗ്രിക്ക് പഠിക്കുകയും ചെയ്തതുകൊണ്ട് അവന് വലിയ അഭിമാനം ഉണ്ടായിരുന്നു ബ്രദറിന്. പക്ഷേ ഇവനാണെങ്കിൽ വീട്ടിലെ ഒരു കറുത്ത ആടായി, ഒരു ബ്ലാക്ക് ഷീപ്പായിട്ട്, അങ്ങനെ ഒരു മോശപ്പെട്ട വിദ്യാർത്ഥി, തെമ്മാടിയായിട്ട് അവന് സ്വയം വിലയിരുത്തപ്പെടാണ്. അവൻ്റെ ബ്രദറെ പോലത്തെ ഒരു മികവും അവനിക്കില്ലായിരുന്നു. ഇതാണ് ഒന്നാമത്തെ പാരഗ്രാഫ്. ഇനി നമുക്ക് രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് കിടക്കാം. പക്ഷേ അവനിങ്ങനെയൊക്കെ ആണെങ്കിലും, ഒരു മീഡിയം ലെവലിലുള്ള വിദ്യാർത്ഥിയാണെങ്കിലും, ഹി വാസ് ബ്ലെസ്ഡ് വിത്ത് ദ സ്ട്രെങ്ത് ഓഫ് എ ഗ്രേറ്റ് അത്ലറ്റ്. അവനെന്താണ്, ഒരു മികച്ച അത്ലറ്റ്, അതായത് നല്ലൊരു ഓട്ടംകാരനായിരുന്നു അവൻ. രാത്രിയിലും പകലായാലും മണിക്കൂറുകൾ ഓടുവാൻ അവന് കഴിയും. എന്തെങ്കിലും വിഷമമോ ദുഃഖമോ ഏകാന്തതയോ ഇതൊക്കെ അലട്ടുമ്പോൾ അവൻ ഓടി തളരും. അങ്ങനെയാണ് അവൻ്റെ സങ്കടങ്ങളിൽ നിന്നും മോചനം നേടുന്നത്. ചിലപ്പോൾ അവന് സ്കൂൾ ബസ് മിസ്സാകും. ഉടനെ അവൻ വീട്ടിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയുള്ള സ്കൂളിലേക്ക് ഓടിച്ചെല്ലും. ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരനാകണം എന്നുള്ളതായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്നാൽ സ്വപ്നം എങ്ങനെ സാക്ഷാത്കരിക്കണമെന്ന് അവനറിയില്ല. മാതാപിതാക്കൾ അവനെ വെറുക്കാണ്, അവൻ്റെ ഓട്ടത്തെ വെറുക്കാണ്. ഓട്ടം മതിയാക്കി പഠനത്തിൽ ശ്രദ്ധിക്കാനും മാതാപിതാക്കൾ നിരന്തരം അവനോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു ഇടത്തരം കുടുംബമായതുകൊണ്ട് തൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി തീവ്ര പരിശീലനം ലഭിക്കണം, അതിനുള്ള പണം കണ്ടെത്താൻ അവൻ്റെ കുടുംബത്തിനു കഴിയുമായിരുന്നില്ല. അങ്ങനെ അവൻ്റെ ടെർമിനൽ പരീക്ഷ വന്നു. അതിലവൻ പരാജയപ്പെട്ടപ്പോൾ അച്ഛൻ്റെ ഭാഗത്തിൽ നിന്നും നല്ല ദേഷ്യം വന്നു. അച്ഛൻ നല്ല ചൂടായി, അവനെ കൂട്ടുകാർ കളിയാക്കി. ആ ദിവസത്തെ ഓർമ്മയിൽ നിന്നും മായ്ച്ചു കളയാൻ വേണ്ടിയിട്ട് അവന് പാർക്കിന് ചുറ്റും ഓടാൻ തുടങ്ങി. അങ്ങനെ സൂര്യൻ്റെ ശക്തമായ രശ്മികൾ അവൻ്റെ മേൽ പതിച്ചുവെങ്കിലും തരുൺ തൻ്റെ ഓട്ടമൊന്നും നിർത്തില്ല. 1 മണിക്കൂർ കഴിഞ്ഞു. അവന് തളരുകയും കോപം അടങ്ങുകയും ചെയ്തു. അങ്ങനെ അവന് ഒരു ബെഞ്ചിലിങ്ങനെ ഇരുന്നു. കുട്ടി നല്ലോണം കിതക്കുന്നുണ്ട്. ആ സമയത്ത് അവന് ബെഞ്ചിലിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് അവനൊരു ശബ്ദം കേട്ടു. വാട്ട് ഈസ് ഇറ്റ് സൺ? കുട്ടി, എന്താണിത്? പെട്ടെന്ന് അവൻ ചോദ്യം കേട്ട ഭാഗത്തേക്ക് നോക്കുകയാണ്. അവിടെ ഒരു 60 വയസ്സുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഐ ഫെയിൽഡ് ഇൻ 2 സബ്ജക്റ്റ്. അവൻ മറുപടി കൊടുത്തു, ഞാൻ 2 വിഷയത്തിൽ തോറ്റു. അപ്പോൾ അദ്ദേഹം പറയാണ്, എൻ്റെ കുട്ടി, ജീവിതം ജയവും പരാജയവും നിറഞ്ഞതാണ്. ഞാൻ രാം നാരായൺ. ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും മിടുക്കനായ ഓട്ടക്കാരനാണ് നീ. വളരെ താല്പര്യത്തോടെ അയാൾ ചിരിച്ചുകൊണ്ട് ഇത് പറഞ്ഞു. അപ്പം ഇവനെറിഞ്ഞു, റാം നാരായൺ 1960 400 മീറ്റർ ഓട്ടത്തിൽ ഒളിമ്പിക്സ് മെഡൽ ജേതാവായ റാം നാരായൺ താങ്കൾ തന്നെയാണോ? തരുൺ തൻ്റെ അത്ഭുതം മറച്ചു വെക്കാൻ കഴിയുന്നില്ല. യെസ്, അദ്ദേഹം പെട്ടെന്ന് തന്നെ മറുപടി പറയാണ്, അതെ, ഞാനാണത്. സൺ, I have been watching you for the past 45 minutes and ഞാൻ നിന്നെ അവസാന 45 മിനിറ്റായി കഴിഞ്ഞ 45 മിനിറ്റ് ഞാൻ നിന്നെ ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ സീ എ ഗുഡ് ഫ്യൂച്ചർ ഇൻ യു. ഞാൻ നിന്നിൽ ഒരു നല്ല ഭാവി കാണുന്നുണ്ട്. ഇത്
രാം നായർ നമ്മുടെ തരുണിനോട് പറയാണ്. ഇത് കേട്ടപ്പോൾ തരുണ് ആകെ അത്ഭുതപ്പെട്ടു പോയി. തരുണിൻ്റെ മുഖം ഇങ്ങനെ ചുവന്നു തുടുത്തു. തൻ്റെ ഉള്ളിൽ ജ്വലിക്കുന്ന ആവേശം അദ്ദേഹം പറയാണ്, നിൻ്റെ ഉള്ളിൽ ജ്വലിക്കുന്ന ആവേശം നീ ഒരിക്കലും ഉപേക്ഷിക്കരുത്. എന്നിട്ട് ചോദിച്ചു, ഹാവ് യു ജോയിൻഡ് സം ട്രെയിനിങ് സ്കൂൾ? നീ ഏതെങ്കിലും സ്കൂളിൽ പരിശീലനത്തിന് ചേർന്നിട്ടുണ്ടോ? അപ്പം തരുൺ അവൻ്റെ ചിരിയൊക്കെ പോയി. അവൻ വളരെ അസ്വസ്ഥനായി കാണപ്പെട്ടു. വളരെ ചിലവേറിയതാണ് ട്രെയിനിങ് സ്കൂളിലെ പരിശീലനം, എനിക്ക് നടക്കില്ല, ജോലിയൊന്നുമില്ല, തരുണ് മറുപടി പറഞ്ഞു. അപ്പോൾ രാം നായർ വളരെ ഗൗരവത്തിലായി, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ പരിശീലനം ഞാൻ നൽകാം, ബട്ട് ഒരു കണ്ടീഷനുണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്. വാട്ട്സ് ദ കണ്ടീഷൻ? തരുൺ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ കണ്ടീഷൻ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദർ ഈസ് എ റൈസ് ഓൺ ചിൽഡ്രൻസ് ഡേ അറ്റ് ദ നെഹ്റു സ്റ്റേഡിയം. നെഹ്റു സ്റ്റേഡിയത്തിൽ ശിശുദിനത്തിൽ അവിടെ ഒരു ഓട്ടമത്സരം നടക്കുന്നുണ്ട്. നിൻ്റെ പ്രായത്തിലുള്ള കുട്ടികളായിരിക്കും അവിടെ ഓട്ടമത്സരത്തിൽ പങ്കെടുക്കാൻ വരിക. അപ്പോൾ നീ അതിൽ വിജയിക്കണം. വിജയിച്ചാൽ ഞാൻ നിനക്ക് ട്രെയിനിങ് തരും. ഐ വിൽ സ്റ്റാർട്ട് ട്രെയിനിങ് യു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിനക്ക് ട്രെയിനിങ് തരുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നമ്മുടെ തരുൺ പറഞ്ഞു, അതൊരു പ്രശ്നമല്ല, എനിക്ക് കഴിയും. തരുൺ ഇങ്ങനെ ചിന്തിക്കാണ്, ഞാൻ ജയിക്കും. താൻ ഉറക്കെ പറയുന്നത് ആ മനുഷ്യൻ കേട്ടു. കുട്ടി എന്നിട്ട് നമ്മുടെ രാം നാരായൺ പറയാണ്, നല്ല കുട്ടി, മത്സരിക്കുന്നതിനുള്ള അനുമതി വാങ്ങുകയാണ് എൻ്റെ കടമ. എന്നാൽ ജയിക്കുക എന്നത് നിൻ്റെ ഉത്തരവാദിത്തമാണ്. നീ മറക്കരുത്. പറയൂ, എന്താണ് നിൻ്റെ പേര്? അപ്പോൾ അദ്ദേഹം പേര് ചോദിക്കുന്നു, തരുൺ കപൂർ സാ. തരുൺ കപൂർ എന്നാണ് അവൻ പേര് മറുപടി പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറയാണ്, ഞാൻ ഒരു 5 ദിവസങ്ങൾക്ക് ശേഷം ഐ വിൽ മീറ്റ് യു ഹിയർ ആഫ്റ്റർ 5 days ടു ഗിവ് യു യുവർ പാർട്ടിസിപ്പേഷൻ കാർഡ്. ഓൾ ദ ബെസ്റ്റ്. 5 ദിവസം കഴിഞ്ഞ് ഇതേ സ്ഥലത്ത് വെച്ച് മത്സരത്തിനുള്ള പങ്കെടുക്കാനുള്ള ഒരു പാർട്ടിസിപ്പേഷൻ കാർഡ് ഞാൻ നിനക്ക് കൈമാറും. ഇതിനുശേഷം നമ്മുടെ രാം നായർ അവിടെ നിന്നും പോയി. അച്ഛൻ വഴക്ക് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ എനിക്ക് അവസരം കിട്ടില്ല എന്ന് അവനിങ്ങനെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ആലോചിക്കാണ്. പുതിയ പ്രതീക്ഷകളോടെയാണ് അവൻ 2ാമത്തെ ദിവസം എഴുന്നേൽക്കുന്നത്. അമ്മ ഇങ്ങനെ ചോദിക്കാൻ നിൽക്കുകയാണ്, എന്താണ് ഇന്നത്തെ പ്ലാനിങ് എന്ന് അമ്മ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ എന്ത് ചെയ്തു, നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് ഓടി. അവിടെ ചെന്ന് മത്സരത്തിൻ്റെ വിവരങ്ങളെല്ലാം ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു. അവന് വലിയ സന്തോഷത്തിലായിരുന്നു. അങ്ങനെ അവന് വളരെ ഉത്സാഹത്തോടെ തരുൺ തൻ്റെ പരിശീലനം തുടങ്ങി. എല്ലാ ദിവസവും എവ്രി ഡേ ഹി വുഡ് ഗെറ്റ് അപ്പ് അറ്റ് 4 in the morning. എല്ലാ ദിവസവും അവൻ 4 മണിക്ക് ഇങ്ങനെ എണീക്കും. എന്നിട്ട് 10 മൈൽസ് ഓടും. വൈകുന്നേരങ്ങളിൽ മത്സരത്തിന് ഓടേണ്ട 1000 മീറ്റർ അവന് 1000 മീറ്റർ ഓടുവാൻ സമയം കണ്ടെത്തും. മത്സരത്തിൽ ഒരു പിഴവ് പോലും സംഭവിക്കരുത് അവൻ ആഗ്രഹിച്ചു. അങ്ങനെയൊരാഗ്രഹം അവന് ഇത്രയും കാലമായിട്ടുണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകുന്നത്. അവന് എപ്പോഴെങ്കിലും പിന്തുണ വേണമെന്നുണ്ടെങ്കിൽ അവൻ്റെ അമ്മയെ അറിയിച്ചു. അങ്ങനെ അവൻ 5 ദിവസം കഠിനമായ പരിശീലനം നടത്തി. അതിനുശേഷം അവൻ്റെ പ്രവേശന കാർഡ് കൈപ്പറ്റുന്നതിനായി റാം നാരായണുമായി കൂടിക്കാഴ്ച നടത്തി. ഒരു കടലാസ് തുണ്ടിൽ തൻ്റെ പേര് വലുതായി എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ കൗതുകത്തോടെ അവൻ നോക്കി. കാരണം അവനത് അത്രയും പ്രിയപ്പെട്ടതായിരുന്നു. അത് കണ്ടിട്ട് അവന് പറഞ്ഞു, ഹൗ ഹാർഡ്, എത്ര കഠിനമാണെങ്കിലും, മത്സരം എത്ര കഠിനമാണെങ്കിലും, ഐ മസ്റ്റ് വിൻ ദിസ് റൈസ്, ഞാൻ എന്തായാലും വിജയിക്കും. അവനിങ്ങനെ ചിന്തിക്കുകയാണ്.
അങ്ങനെ അവന് കാരണം എന്താ, അവന് കുടുംബത്തിൽ താനൊരു കറുത്ത ആടാണ്, ഒരു ബ്ലാക്ക് ഷീപ്പാണ്, അത് മാറ്റിയെടുക്കണം. തനിക്കും ചില കാര്യങ്ങളിൽ കഴിവുണ്ട് എന്നവന് തെളിയിക്കണം. അവൻ്റെ ഒടുങ്ങാത്ത ആശയാണത്. അങ്ങനെ ഇറ്റ് വാസ് 14th നവംബർ. അന്ന് നവംബർ 14. അമ്മയുടെ മുമ്പിൽ തലകുനിച്ച് അനുഗ്രഹം വാങ്ങി സ്റ്റേഡിയത്തിലേക്ക് അവൻ ഓടി. സ്റ്റേഡിയത്തിൽ പ്രവേശിക്കുവാൻ വലിയൊരു ആൾക്കൂട്ടം അവിടെ കാത്തുനിൽപ്പുണ്ട്. പങ്കെടുക്കുന്നവർ മാത്രമെന്ന് എഴുതിയ ഒരു ബോർഡ്, പാർട്ടിസിപ്പൻസ് ഓൺലി എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബോർഡ് കണ്ടു. അവിടേക്ക് അവൻ പ്രവേശിച്ചു. അവിടെ 50 പാർട്ടിസിപ്പൻസ് വെയിറ്റിംഗ് ഫോർ ദ റൈസ് ടു ബിഗിൻ. മത്സരം തുടങ്ങാൻ ഒരു 50ഓളം ആളുകൾ മത്സരത്തിൽ പങ്കെടുക്കാൻ അവിടെ എത്തിയിട്ടുണ്ട്. ഈ സമയത്ത് അവൻ്റെ ഷോൾഡറിൽ ആരോ തട്ടുന്നത് പോലെ തോന്നി. ഹലോ തരുൺ. ഇറ്റ് വാസ് റാം നാരായൺ. ഓൾ ദ ബെസ്റ്റ് ഹീ സെഡ്. അദ്ദേഹം പറഞ്ഞു, എല്ലാ ആശംസകളും നൽകി. തരുൺ അദ്ദേഹത്തെ നോക്കി എന്നല്ലാതെ അദ്ദേഹത്തിനോട് ഒന്നും സംസാരിച്ചില്ല. കാരണം പാദം മുതൽ ശിരസ് വരെ അവനെ ഭയം ഗ്രസിച്ചിരുന്നു. ഭയത്താലാണ് അവൻ നിൽക്കുന്നത്. അങ്ങനെ മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള എല്ലാ ആളുകളും ജയിക്കുമെന്ന പ്രതീക്ഷയാണ് അവരുടെ മുഖത്തെല്ലാം. എല്ലാവരുടെയും കുടുംബാംഗങ്ങൾ ഗാലറിയിൽ നിന്നും കൈയടിച്ച് പ്രോത്സാഹനം നൽകുന്നുണ്ട്. ഈ സമയത്ത് അവന് ഗാലറിയിലേക്കൊന്ന് നോക്കി. ഗാലറിയിൽ എത്തി നോക്കിയപ്പോൾ അവൻ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അമ്മ ഗാലറിയിൽ ഇരിക്കുന്നത് അവൻ കണ്ടു. പെട്ടെന്ന് അവൻ്റെ കണ്ണുകളിൽ ആ ഭയമെല്ലാം പോയി. അതെല്ലാം ആത്മവിശ്വാസമായി വഴിമാറി. അങ്ങനെ നമ്മുടെ ഓട്ടമത്സരത്തിനുള്ള വിസിൽ മുഴങ്ങിയ ഉടനെ മത്സരത്തിൽ പങ്കെടുക്കുന്നവരെല്ലാം സർവശക്തിയും ഉപയോഗിച്ച് ഓടാൻ തുടങ്ങി. വിജയിക്കുമെന്ന് ദൃഢനിശ്ചയം എടുത്തവരായിരുന്നു എല്ലാവരും. ഏറ്റവും മുന്നിലാണ് താനെന്ന് തരുൺ ഇങ്ങനെ കണ്ടപ്പോൾ അവന് വലിയ അഭിമാനം തോന്നുകയാണ്. പക്ഷേ ഓൺ ദ ട്രാക്ക് ദർ വാസ് എ ഷാലോ പാത്ത്. എന്നാൽ ട്രാക്കിൽ കുഴിഞ്ഞൊരു ഭാഗം ഉണ്ടായിരുന്നു. വേഗത്തിൽ ഓടുമ്പോൾ ശ്രദ്ധിക്കാതിരിക്കുന്നത് കൊണ്ട് അവൻ ആ കുഴിയിൽ വീഴുകയാണ്. എന്നാൽ മറ്റു കുട്ടികൾ അവനെ മറികടന്നു ഓടി. അവനിങ്ങനെ ശ്വസിക്കുമ്പോൾ മറികടന്ന് ഓടുന്നത് അവനക്ക് അറിയാൻ സാധിച്ചു. എന്നാൽ അവൻ ഒരിക്കലും തോൽക്കാൻ തയ്യാറായിരുന്നില്ല. അവന് സമയം പാഴാക്കാതെ, ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ അവൻ എണീറ്റ് ഓടാൻ തുടങ്ങി. വേഗത്തിൽ ഓടി മുന്നിലുണ്ടായിരുന്ന ഏതാനും കുട്ടികളെ പിറകിലാക്കി. എന്നാൽ വീണ്ടും അവൻ്റെ കാല് തെറ്റി. എഗെയിൻ ഹീ സ്ലിപ്പ്ഡ് വൺസ് അഗെയിൻ. വീണ്ടും അവൻ കാല് തെറ്റി വീഴാണ്. വാട്ട്സ് ഹാപ്പനിങ് ടു ഹിം? എന്ത് സംഭവിക്കുന്നു എന്ന് അവൻ അറിയുന്നില്ല. അവന് സഹിക്കുവാൻ കഴിഞ്ഞില്ല. അവന് കാണികളുടെ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി. അവിടെ ഷീ വാസ് സേയിങ് സംതിങ്. അവൻ അവിടെ തൻ്റെ അമ്മയെ കണ്ടു. ഷീ വാസ് സേയിങ് സംതിങ് ടു ഹിം. ഗെറ്റ് അപ്പ് സൺ, ഗെറ്റ് അപ്പ് ആൻഡ് റൺ. എണീറ്റു ഓട്ടം തുടരൂ. ഇതുകൂടി കണ്ടപ്പോൾ തരുൺ വീണ്ടും എണീറ്റ് ഓടി. അവസാനം ഓടുന്ന ഏതാനും പേർക്കിടയിലൂടെ അവനെത്തി. എന്നാൽ അവൻ പിന്മാറിയില്ല. ഒരിക്കൽ കൂടി ചില കുട്ടികളെ അവൻ മാറിക്കടന്നു. വളരെ ഭയന്നതുമൂലം മൂന്നാമതും അവൻ കാല് തെറ്റി വീണു. കണ്ണുനീർ അവൻ്റെ കവിളിലൂടെ ഒഴുകുകയാണ്. ഇതുകൂടിയായപ്പോൾ മൂന്നാമതും അവൻ കാൽ തെറ്റി വീണപ്പോൾ കണ്ണുനീര് അവൻ്റെ കവിളിലൂടെ ഒഴുകി. ഇനി രാംനാരായൻ്റെ പരിശീലനം എങ്ങനെ ലഭിക്കും? മാതാപിതാക്കൾക്ക് മുമ്പിൽ താൻ കഴിവുള്ളവനാണെന്ന് ഇനി എങ്ങനെ തെളിയിക്കും? ഇപ്പോൾ അവൻ ട്രാക്കിലെ ഏറ്റവും പിറകിലാണ്. എന്നാൽ അവനിങ്ങനെ കാണികളിലേക്ക് നോക്കി. Then he heard Ram Narayan screaming from somewhere, "Come on, Tarun, run!" ഇത്
കണ്ടപ്പോൾ മൂന്നാമതും അവൻ എണീറ്റ് ട്രാക്കിൽ അവസാനമായിട്ടും ആ 12 വയസ്സുള്ള ആൺകുട്ടിയുടെ ആത്മവിശ്വാസത്തോടെ അവൻ എണീറ്റ് സർവശക്തിയും ഉപയോഗിച്ച് അവൻ ഓടുകയാണ്. അങ്ങനെ അവൻ ഒരിക്കലും വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച് അവന് വീണ്ടും ഓടുകയാണ്. ദ ക്രൗഡ് വാസ് ചിയറിങ് ഫോർ ഭവൻ. മത്സരത്തിൽ വിജയിച്ച ഭവനെ കാണികൾ കൈയടിച്ച് അഭിനന്ദിക്കാൻ തുടങ്ങി. ദ ബോയ് ഹൂ ഹാഡ് വോൺ ദ റൈസ്, അവനാണ് വിജയിച്ചിട്ടുള്ളത്. എന്നാൽ ഏറ്റവും അവസാനമായി ഫിനിഷ് ലൈൻ കടന്നപ്പോൾ തരുണിനെ അമ്പരപ്പിച്ചുകൊണ്ട് ഉച്ചത്തിൽ കാണികളെല്ലാം കൈയടിച്ചു. കാരണം എന്താണ്? ദ ഓഡിയൻസ് ചീർഡ് ഫോർ ഹിസ് ഡിറ്റർമിനേഷൻ ആൻഡ് ഹിസ് വാല്യൂർ ഫോർ നെവർ ഗിവിങ് അപ്പ്. ഒരിക്കലും തോറ്റുകൊടുക്കാൻ കഴിയാത്ത ആത്മവിശ്വാസത്തെയും തൻ്റെ ഇടത്തെയും കാണികൾ അവനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അങ്ങനെ അവൻ തൻ്റെ രാം നായരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഐ ആം സോറി സാർ, ഐ ലോസ്റ്റ്. എന്നോട് ക്ഷമിക്കണം, ഞാൻ പരാജയപ്പെട്ടു. നോ സൺ, ടു മീ യു ഹാവ് വോൺ ദ. അവൻ പറഞ്ഞു, നിനക്ക് തെറ്റുകുട്ടി. എന്നെ സംബന്ധിച്ചിടത്തോളം മത്സരത്തിൻ്റെ കഠിനമായ ജീവിത മത്സരത്തെ നീ വിജയിച്ചിരിക്കുകയാണ്. നീ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. നീ നിൻ്റെ ജീവിതത്തിൽ നീ വിജയിച്ചിരിക്കുകയാണ്. ഓരോ വീഴ്ചയ്ക്ക് ശേഷവും എണീറ്റ് ഓട്ടം തുടർന്ന നീയാണ് യഥാർത്ഥ ജീവിതത്തിലെ നായകൻ. നിൻ്റെ പരിശീലനം നാളെ തുടങ്ങാം. യുവർ ട്രെയിനിങ് സ്റ്റാർട്ട് ടുമോറോ. ഇത് കേട്ടപ്പോൾ തരുണിന് തൻ്റെ കാതുകളെ വിശ്വസിക്കാനായില്ല. അവൻ്റെ കണ്ണുകളിൽ കണ്ണുനീര് നിറഞ്ഞു. അവൻ അമ്മയെ നോക്കി ചിരിച്ചു. അമ്മ മകനെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ചു കൊണ്ട് പറഞ്ഞു, നീയാണ് യു ആർ ദ ബെസ്റ്റ് സൺ ഇൻ ദ വേൾഡ്. നീയാണ് ലോകത്തിലെ ഏറ്റവും നല്ല മകൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇവിടെ തരുൺ അവൻ്റെ പരാജയപ്പെട്ട് കൊടുക്കാൻ കഴിയാത്ത ആത്മവിശ്വാസമാണ് അവനെ വിജയിച്ചത്. അവനെ ജനങ്ങൾ പരാജയപ്പെട്ടിട്ടും എണീറ്റ് നിന്ന് കൈയടിക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. ഇത് നമുക്കൊക്കെ ഒരു മാതൃകയാണ്. എവിടെ തോറ്റു പോകുമെന്നുണ്ടെങ്കിലും തോൽവി നമ്മുടെ ഒരു കാര്യമേ അല്ല. ആ തോൽവിയിൽ നിന്നും എണീറ്റ് ഓടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. തോറ്റുപോകുമെന്ന് വിചാരിച്ച് ഒരു സംഗതിയും നമ്മൾ ചെയ്യാതിരിക്കരുത്. ഇപ്പോൾ ഒരാളൊരു ചോദ്യം ചോദിച്ചു, ഒരു അധ്യാപകൻ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞിട്ട് 10-30 കുട്ടികളുള്ള ക്ലാസ്സിൽ ഒരാളും ഉത്തരം പറയാതിരുന്നാൽ എന്താ? ഉത്തരം പറഞ്ഞാൽ 2 സാധ്യതയാണ് അവിടെ ഉണ്ടാവുക. ഇപ്പം ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട് അതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ അവിടെ 2 സാധ്യതയുണ്ട്. ഒന്ന് ഉത്തരം ശരിയാവാനുള്ള സാധ്യത, 2 ഉത്തരം തെറ്റാവാനുള്ള സാധ്യത. ഒരാൾ ഉത്തരം ശരിയാവോ? ഇപ്പം ഞാനിവിടെ നിന്ന് ചോദിച്ചു, ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി ആരാണ്? ചോദ്യം കേട്ടിട്ട് നിങ്ങളിങ്ങനെ വിചാരിക്കുക, ഞാൻ പറഞ്ഞ ഉത്തരം ശരിയായാൽ ആകെ പ്രശ്നമാവോ എന്ന് വിചാരിച്ചിട്ട് ആരും ഉത്തരം പറയാതിരിക്കില്ല. മറിച്ചിട്ട് നമ്മളെന്താ, ഉത്തരം തെറ്റിപ്പോവോ എന്ന് പേടിച്ചിട്ടാണ് പലരും ഉത്തരം പറയാതിരിക്കുക. സംഗതി ഒരു പൊട്ടപ്പേടിയാണ്. ഫിയർ ഓഫ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരു പൊട്ടപ്പേടിയാണ് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഞാൻ ഒരു ബസ്സിന് കാത്തു നിൽക്കുകയാണ്. ഇവിടെ ബസ്സിന് കാത്തു നിൽക്കുന്നു. ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ബസ് ഇങ്ങനെ വരുന്നത്. ബസ് ഇങ്ങനെ വരുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുക, ഈ ബസ് എവിടെയെങ്കിലും ആക്സിഡൻറ്റ് സംഭവിക്കാൻ സാധ്യത ഉണ്ടല്ലോ, ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ ബസ് കയറും. ഇല്ല, ബസ് വന്നിട്ട് കയറിയിട്ടില്ല, അതിൻ്റെ മുമ്പ് നമ്മൾ ചിന്തിക്കുകയാണ് ബസ്സിൽ കയറിയാൽ ആക്സിഡൻറ്റ് സംഭവിക്കുമോ എന്നുള്ളത്. ട്രെയിൻ വരികയാണ്. ട്രെയിൻ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, ഈ ട്രെയിൻ പാളം തെറ്റുമോ, ഇങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ ട്രെയിനിൽ കയറുമോ? ഇല്ല. അപ്പോൾ തെറ്റിപ്പോവോ എന്ന് വിചാരിച്ച് ഒരിക്കലും നമ്മൾ ഒരിടത്തു നിന്നും മാറി നിൽക്കരുത്. തെറ്റിയാലും അതിൽ നിരാശപ്പെടരുത്. നമ്മൾ എണീറ്റോടാനുള്ള സർവശക്തിയും എടുത്തു എണീറ്റോടണം. അവർക്കാണ് വിജയമുള്ളത്. ചെറിയ കുട്ടികളെ കണ്ടിട്ടില്ല, അവർ നടക്കാനിങ്ങനെ ശ്രമിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ വീഴുമ്പോൾ നമ്മളെപ്പോലത്തെ വലിയ വലിയ ആൾക്കാർ നോക്കി ഇങ്ങനെ ചിരിക്കും.
അപ്പം കുട്ടി വിചാരിക്കണം ഇശ്ശ നാണക്കേട് ഇവലൊക്കെ കളിയാക്കണുണ്ട് എന്ന് പറഞ്ഞാൽ കുട്ടി നടക്കാനുള്ള ശ്രമം അവിടെ അവസാനിക്കുകയാണ്. ഈ കുട്ടി ജീവിതകാലത്ത് നടക്കുമോ? ഇല്ല. കുട്ടി വീണാലും എണീറ്റ് നടക്കാൻ ശ്രമിക്കുന്നു. അവിടെയാണ് വിജയമുള്ളത്. അപ്പോൾ ഈ പാഠം നമുക്കൊരു പാഠമാണ്. നല്ല ഉഷാറായിട്ട് പഠിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന 2 കാര്യങ്ങൾ നിർബന്ധമായും നിങ്ങൾ ഫോളോ ചെയ്യണം. ഒന്ന്, പാഠത്തിൻ്റെ സമ്മറി, ഇംഗ്ലീഷിലുള്ള സമ്മറി എനിക്ക് എഴുതി തരണം. അതുപോലെ ഇതിൽ 30 വേർഡ്സ് നിർബന്ധമായിട്ടും കാണാതെ പഠിക്കുകയും വേണം. ഓക്കെ, ഗുഡ് ബൈ.